അങ്ങനെ ആ വലിയ സിഗ്നൽ ഒഫീഷ്യലായി തന്നെ തന്നിരിക്കുകയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും ചേർന്ന് തന്നെ. ഇന്നേ ദിവസം രാവിലെ തന്നെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ വന്നപ്പോഴേ മനസ്സിലായി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായി തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്ന്. ആദ്യം വന്ന ന്യൂസുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നാണ്. ഇപ്പോൾ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ അല്ല, ഒക്ടോബർ ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നത്. വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ വർഷം തന്നെ തുടങ്ങിയാണ് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം ഭാഗം. 3 പേരും ഒരുമിച്ചെത്തി സന്തോഷങ്ങൾ പങ്കിട്ട് കെട്ടിപ്പിടിച്ച് ഒരു താംസപ്പും ഒക്കെ നൽകി അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ലൈറ്റ് ക്യാമറ ഒക്ടോബർ. അതുകൂടാതെ ഇത് പുറത്തുവിട്ട വീഡിയോയിൽ തന്നെ ചില സർപ്രൈസുകൾ തന്നുകൊണ്ടാണ് ഇത്തവണ ഇവർ എത്തിയിരിക്കുന്നതും. അതെന്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണും. ദൃശ്യം എന്ന ആദ്യ സിനിമയുടെ വിഷ്വൽ കാണിച്ചുകൊണ്ടാണ് ദൃശ്യം 3യിലേക്ക് അവർ കടക്കാൻ പോകുന്നത്. മോഹൻലാലിന്റെ കണ്ണിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ദൃശ്യം 1ന്റെ അവസാനം തന്നെ. ആ ദൃശ്യ വിസ്മയം വീണ്ടും എത്തുമ്പോൾ കുറച്ചും കൂടെ ലാർജ് ആയിരിക്കുമെന്ന് ഈ ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകിയ വീഡിയോയിൽ തന്നെ വ്യക്തമാകുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെ അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടായി. ചിത്രത്തിന്റെ 3ാം ഭാഗം ഒരുങ്ങുന്നു എന്ന അപ്ഡേറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ 3ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് സംബന്ധിച്ച അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 3ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. ക്യാമറ വീണ്ടും ജോർജ് ഊട്ടിലേക്ക് തിരിയുന്നു. ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനോടെ വീഡിയോ പുറത്തു വന്നത്. വീഡിയോയിൽ ജിത്തു ജോസഫിനൊപ്പം മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും കാണാം. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു 2ാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്, സിദ്ദിഖ്, എസ്തർ, അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം 2ാം ഭാഗം പുറത്തിറങ്ങുന്നത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇത് ഇന്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരം ഈ ചിത്രത്തെ തേടിയെത്തുകയും ചെയ്തു. കൂടുതൽ മലയാള സിനിമയെ അന്യഭാഷ പ്രേക്ഷകർക്ക് അടുത്തറിയാൻ സാധിച്ചതും ദൃശ്യം എന്ന സിനിമ OTTയിൽ വന്നതിന് ശേഷമായിരുന്നു. ഇപ്പോഴത്തെ ദൃശ്യം 3 നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. ഇതിന്റെ സർപ്രൈസ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നൽകിക്കൊണ്ട് വീഡിയോ പുറത്തുവിട്ടപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കേട്ട് കാണും ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ഇത് കേൾക്കുമ്പോൾ വേറൊരു തലത്തിലേക്കാണ് ദൃശ്യം 3 സഞ്ചരിക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ആദ്യ ഭാഗത്ത് എന്താണ് ജോർജ് ഊട്ടി ചെയ്തതെന്നറിയാം. 2ാം ഭാഗത്ത് അതിലും വലിയ ഒരു പ്ലാനാണ് ജോർജ് ഊട്ടി ഉണ്ടാക്കി വെച്ചത്. ഇനി 3ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ ജോർജ് ഊട്ടിയെ തേടി വരാൻ പോകുന്നത് വലിയ ടീമുകളാണ്. ഹെലികോപ്റ്ററിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ കളി ഇന്റർനാഷണൽ ലെവലായിരിക്കുമോ എന്നതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും. എന്തായാലും ഇത് ചുമ്മാതൊന്നും കേൾപ്പിക്കത്തില്ലല്ലോ. എന്തോ ഒരു സംഭവം ഒളിഞ്ഞിടപ്പുണ്ട്. ദൃശ്യം 3 എന്ന സിനിമ വേറൊരു ലീഗിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു. ഇനി എന്തൊക്കെയായിരിക്കും ജോർജ് ഊട്ടി നേരിടാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം. മികച്ച രീതിയിൽ ഈ സിനിമ വന്നാൽ മതി എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും ദൃശ്യം 3 ജിത്തു ജോസഫ് അങ്ങനെ മോശമാക്കാൻ സാധ്യതയില്ല. ചിത്രത്തിന്റെ ക്ലൈമാക്സ് പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതൊക്കെ മോഹൻലാലിനും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതിലേക്ക് എത്താനുള്ള കഥയാണ് ഇനി ചെയ്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഒക്ടോബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നൽകിയപ്പോൾ ചില സർപ്രൈസുകൾ കൂടിയുണ്ട് എന്ന് കാണിക്കുകയാണ് ഈ വീഡിയോ.